ഇത് മാസ് മോട്ടോഴ്സിന്നാണ്, ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി. നമുക്ക് അതിൻ്റെ ജനറൽ സർവീസ് അത്യാവശ്യം മെയിൻ്റനൻസ് വർക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വണ്ടി ഓയിലില്ലാതെ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പുകയുടെ പ്രശ്നം കാരണം നമ്മൾ അതിൻ്റെ സിലിണ്ടറിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഓയിലില്ലാതെ ഓടിയപ്പോൾ വന്ന കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ ഉരഞ്ഞിട്ട് നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഞാൻ മാർക്ക് ചെയ്തിരുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനകത്ത് കുറച്ച് സ്ക്രാച്ചസ് നല്ല രീതിയിൽ താന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും നമുക്ക് ആ ഓയിൽ കയറി കത്തണേൻ്റെ മെയിൻ റീസൺ കേട്ടോ. അതായത് നല്ല രീതിയിൽ പുകയാണ്, അതായത് ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് പുകയാണ്. സൈലൻസറിക്കടെ നല്ല എന്നുള്ള രീതിയിൽ പുക വന്നു. അപ്പോൾ ശരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സിലിണ്ടർ ഒന്നോലെ മാറ്റിയിടണം, അല്ലെങ്കിൽ ബോർ ചെയ്ത് യൂസ് ചെയ്യണം. ഇപ്പോൾ ഇത് നിലവിൽ ബോർ ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ വേറെ വർക്കുകളൊന്നും ചെയ്യണില്ല. കാരണം ഇപ്പോൾ നിലവിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ സൈഡിലൊക്കെ ചെറിയ പ്ലേ ഉണ്ട്. ഇത് കണക്ടർ റോഡിന് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ ചെറിയൊരു പ്ലേ ഉള്ള ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് പുതിയ സിലിണ്ടറൊന്നും കയറ്റിയിടേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ പുകയുടെ പ്രോബ്ലം മാത്രമാണ് സോൾവ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ സിലിണ്ടർ മാത്രം നമ്മൾ ലൈറ്റി കൊടുത്ത് ഈ പിസ്റ്റൺ മാറ്റും, സിലിണ്ടർ മാത്രം ബോർ ചെയ്ത് മേടിക്കണുള്ളൂ കേട്ടോ. സാധാരണ അങ്ങനെ ചെയ്യുമ്പോൾ ഹെഡൊക്കെ അഴിച്ച് വാൽവ് കാര്യങ്ങളൊക്കെ സീറ്റ് ചെയ്ത് ഓയിൽ സീൽ മാറ്റി ഗൈഡ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ചെയ്യണം. ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും എമൗണ്ട് ഇങ്ങനെ കൂടുതലായിട്ട് പോകും. അപ്പോൾ മാക്സിമം ചിലവ് ചുരുക്കണം. കാരണം അല്ലാണ്ട് തന്നെ ഏകദേശം ഒരു 10 രൂപ എസ്റ്റിമേറ്റിൽ ഇട്ടിട്ടാണ് ബാക്കിയത്തെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിരുന്നത്. അത് തന്നെ നമ്മൾ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് പറയണേ. പക്ഷേ അത് തന്നെ നമ്മളിപ്പോൾ ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഒരു 11 രൂപ അടുത്ത് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. 10,700 അങ്ങനെ എന്താണ്ടായിട്ടുണ്ട്. അതിന് പുറമെയാണ് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പുകയുടെ പ്രശ്നം കാണിക്കുന്നത്. വരുമ്പോൾ പുകയില്ല. കാരണം പുകയില്ല എന്ന് പറയാൻ കാരണം ഓയിൽ കയറി കത്താനായിട്ടുള്ള ഓയിൽ വണ്ടിയിൽ ഉണ്ടായില്ല. ഒരു 100 മില്ലി ഓയിൽ പോലും ഉണ്ടായില്ല. അപ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ടും പുക ഉണ്ടാകുന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനിലുള്ള പുകയായിപ്പോയി. അതാണ് അതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ലെയ്ത്തിലേക്ക് കാലത്തന്നെ അഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് ഇന്നിപ്പോൾ പോയാലും നാളെ കിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വന്ന് കൊണ്ടുപോളി. അപ്പോൾ അത് കഴിഞ്ഞ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നാളെ കിട്ടുള്ളൂ. അപ്പോൾ നാളെ വരാനൊക്കെ വൈകി കഴിഞ്ഞാൽ നാളെ സെറ്റിങ് നടക്കില്ല, തിങ്കളാഴ്ചയ്ക്കാണ് ആവുള്ളൂ. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ തരും കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ചെയ്യണത് സിലിണ്ടർ മാത്രമാണ് നമ്മൾ ബോർ ചെയ്യണേ. വാൽവിൻ്റെ ഭാഗത്തോ വാൽവ് ഗൈഡ് കാര്യങ്ങളൊന്നും ചെയ്യണില്ല. അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടറോടും ചെറിയൊരു പ്ലേ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ക്യാം ചെയിൻ നമ്മൾ മാറ്റിയിട്ടേക്കാം. കാരണം അത് നമുക്ക് ഇതിനകത്ത് തന്നെ ആവറേജ് കൊള്ളിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ആ സൗണ്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി, ആ ചിലമ്പൽ സൗണ്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി ആ രീതിയിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തേക്കാം. ബാക്കിയത്തെ എല്ലാവർക്കും ഈ പറഞ്ഞ രീതികൾ തന്നെ സിലിണ്ടർ ബോർ ചെയ്ത് സെറ്റാക്കി നമ്മുടെ പുകയുടെ പ്രോബ്ലം മാത്രം നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ.